നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് മേഖലയിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലീഡർ അല്ലെങ്കിൽ നേതൃത്വത്തിലേക്ക് നാം വരേണ്ടത് അനിവാര്യമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കമ്പനിയിലെ ലീഡർഷിപ്പ് റോളിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും അതല്ല ഭാവിയിൽ ആ ഒരു ലെവലിലേക്ക്, ഒരു മാനേജർ ലെവലിലേക്ക്, ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ ഒരു ലീഡർഷിപ്പ് പോസ്റ്റിന് ആഗ്രഹിച്ച് അതിനായി ശക്തമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, തിരിച്ചറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 P's ഓഫ് ലീഡർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 5 P ആൽഫബറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. അതിൽ ഒരു ലീഡർക്ക് ചില ക്വാളിറ്റീസ് വേണം. ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകളെ സംബന്ധിച്ച് അവരെവിടെയാണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നത്, ആ ഭയപ്പെടുന്ന സ്ഥലത്തേക്ക് അവരെ കൂടെ ചേർത്ത് നിർത്തി അവർ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് ലീഡർ. അതായത് നമുക്കിപ്പോ പൊതുവേദി സംസാരിക്കാൻ പേടിയാണെങ്കിൽ നമ്മളെ വിളിച്ച് പൊതുവേദി നിർത്തി ആ പേടി അകറ്റി തരുന്നവൻ ആരോ അവനാണ് ലീഡർ. നമുക്ക് സെയിൽസ് ചെയ്യാനാണ് പേടിയെങ്കിൽ നമ്മളെ കൂടെ കൊണ്ടുപോയി സെയിൽസ് പഠിപ്പിച്ച് സെയിൽസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി തരുന്നവനാരോ അവനാണ് ലീഡർ. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, സ്വാതന്ത്ര്യമില്ലാഞ്ഞ സമയത്ത് സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ച ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചവരാണ് നേതാവ് അല്ലെങ്കിൽ ലീഡർ എന്ന് പറയുന്നത്. ഒരു ലീഡർക്ക് വേണ്ട പ്രധാനപ്പെട്ട 5 P's എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അതിൽ നമ്പർ 1, ഒരു ലീഡറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പേർപ്പസ് വേണം. കൃത്യമായ ഒരു പേർപ്പസ് ഉള്ള വ്യക്തിയായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഞാനത് ചെയ്യുന്നതെന്ന വ്യക്തമായൊരു ധാരണയാണ് പർപ്പസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ ആ ബിസിനസ്സിൽ ലീഡർഷിപ്പിലേക്ക് വരണമെങ്കിൽ എന്തിനാണ് ആ ബിസിനസ് എന്നുള്ള കൃത്യമായ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് ആ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സിലൂടെ എന്താണ് സമൂഹത്തിനാണെങ്കിലും പ്രകൃതിക്കാണെങ്കിലും തനിക്കാണെങ്കിലും കൂടെയുള്ള എംപ്ലോയീസിനാണെങ്കിലും ഇവർക്കൊക്കെ എന്താണ് കരസ്ഥമാക്കാൻ കഴിയുന്നതെന്ന് കൃത്യമായ ഒരു ധാരണ വേണം. അതിനോടൊപ്പം താൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ത് വാല്യൂ ആണ് ഈ ലോകത്തിന് കൊടുക്കേണ്ടത്, ആ പർപ്പസ് ഡിഫൈൻ ചെയ്ത് വേണം ആ ബിസിനസ്മാൻ ഒരു ബിസിനസ് ലീഡർഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടങ്ങേണ്ടത്. ഏത് മേഖലയാണെങ്കിലും എന്തിനാണ് ഞാനിത് ചെയ്യണത്, വൈ ഐ ആം ഡൂയിങ് ദിസ്, ഈ ചോദ്യം പലതവണ റിപ്പീറ്റഡ് ആയി അവനവനോട് ചോദിച്ച് ഒരു റിഫൈൻഡ് ആയ, മനോഹരമായ, ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു ഉത്തരത്തിൽ എത്തുമ്പോൾ നമുക്ക് പറയാം ആ വ്യക്തിക്ക് കൃത്യമായ ഒരു പേർപ്പസ് ഉണ്ടെന്ന്. സോ ദ ഫസ്റ്റ് P, പേർപ്പസ്. നമ്പർ 2, രണ്ടാമതൊരു ലീഡറെ സംബന്ധിച്ച് പാഷൻ ആണ് വേണ്ടത്. പാഷൻ എന്ന് പറഞ്ഞാൽ അഭിനിവേശമാണ്. ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു അഭിനിവേശം വേണം. എന്താ അഭിനിവേശം എന്ന് പറഞ്ഞാൽ, നമുക്ക് എത്ര വയ്യെങ്കിലും എണീറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യം ഇല്ലെങ്കിലും നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി അവിടെ എണ്ണീറ്റ് അങ്ങോട്ട് ഉത്സാഹിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും. ജീവനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ജീവൻ പണയം വെച്ചും എന്താണോ നമ്മൾ ആ പർപ്പസ് ഇട്ടിരിക്കുന്നത് അതിനായി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു ചങ്കൂറ്റത്തെ, ഒരു മനോഭാവത്തെ അഭിനിവേശം എന്ന് വിളിക്കാവുന്നതാണ്. ഈ അഭിനിവേശം ലീഡർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. കാരണം ഈ അഭിനിവേശം തന്നെയായിരിക്കും കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ആവേശം. അഭിനിവേശമുള്ള ഒരു നേതാവിനെ കൂടെയുള്ള ആളുകൾക്ക് ആവേശം നൽകാൻ കഴിയൂ. ആവേശം കൊടുത്താൽ മാത്രമേ കൂടെയുള്ള ആളുകൾക്ക് 100% അർപ്പണ മനോഭാവം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയാം, കൃത്യമായി അഭിനിവേശമുള്ള നേതാവിനെ ആവേശം ഉണ്ടാക്കാൻ കഴിയൂ. ആ ആവേശത്തിനെ ആളുകളെ ഇൻസ്പയർ ചെയ്ത് അവരുടെ പൂർണ്ണമായ അർപ്പണ മനോഭാവം പുറത്തു കൊണ്ടുവരാൻ സഹായകരമാവുകയുള്ളൂ. അതുകൊണ്ട് കൃത്യമായി പാഷനേറ്റ് ആയിരിക്കണം ഓരോ ലീഡേഴ്സും. മൂന്നാമത്തെ P എന്ന് പറയുന്നത്, ഒരു ലീഡർക്ക് കൃത്യമായ ഒരു പർപ്പസ് വേണം നമ്മൾ പറഞ്ഞു, കൃത്യമായി പാഷനേറ്റ് ആയിട്ട് ആ ലീഡർ പ്രവർത്തിക്കണം നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ P എന്ന് പറയുന്നത് പീപ്പിൾ മാനേജ്മെന്റ് ആണ്. കൃത്യമായി ആളുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം ലീഡർക്ക്. കൂടെയുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവനെ വിളിക്കുന്ന പേരാണ് ലീഡർ. കാരണം കൂടെ 100 കണക്കിന് ആളുകളുണ്ട്. ആ വ്യക്തികൾക്ക് നേരത്തെ പറഞ്ഞ ആവേശം കൊടുക്കാനോ, അറിവ് കൊടുക്കാനോ, കഴിവ് കൊടുക്കാനോ, ലക്ഷ്യങ്ങൾ കാണിക്കാനോ, പർപ്പസ് ഷെയർ ചെയ്യാനോ ഒരാൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ലീഡർ ആവില്ല. അയാൾ ഒറ്റയ്ക്ക് നിന്നാൽ ലീഡർ ആവില്ലല്ലോ. ആ പർപ്പസും ആ പാഷനും കണ്ട് ഒരു കൂട്ടം ആളുകൾ ഈ വ്യക്തിയോടൊപ്പം വരുമ്പോൾ അവരെ കൃത്യമായി മാനേജ് ചെയ്യുകയും അവരെ കൃത്യമായ ഡയറക്ഷനിലേക്ക് മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നവരാണ് ലീഡർ. അതുകൊണ്ടാണ് എ ലീഡർ ഈസ് വൺ ഹു ഗോസ് ദ വേ, ഷോസ് ദ വേ ആൻഡ് ലീഡ്സ് ദ വേ എന്ന് പറയുന്നത്. ഗോസ് ദ വേ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ പോകാൻ തന്നെ റെഡിയാണ്. ഷോസ് ദ വേ എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു കൊടുക്കും. ലീഡ്സ് ദ വേ എന്ന് പറഞ്ഞാൽ ഇവരോടൊപ്പം മുന്നിൽ തന്നെ ധൈര്യത്തോടെ നടക്കും. So, a leader is one who
ഗോസ് ദ വേ, ഷോസ് ദ വേ ആൻഡ് ലീഡ്സ് ദ വേ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ലീഡർ ആവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആളുകളെ മാനേജ് ചെയ്യാനുള്ള സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതിന് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സംസാരിക്കുന്ന സ്റ്റൈൽ നിങ്ങൾ മാറ്റേണ്ടി വരും. അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കേണ്ടി വരും. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, കൂടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയാണ്. ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, പെട്ടെന്ന് തന്നെ കൂടെയുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനോ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ഒരു കപ്പാസിറ്റി ഉണ്ടാക്കേണ്ടി വരും. എംപതി, കൂടെയുള്ള ആളുകളുടെ മനസ്സ് മനസ്സിലാക്കുന്ന, അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ആ ഒരു വിശാലമായ മനസ്സിനുടമയായിരിക്കണം. ഷാർപ്പ് ഇന്റലിജൻസ്, കൃത്യമായി ഇന്റലിജന്റ് ആയിരിക്കണം. എന്തിനാണ്? നമ്മുടെ ആ പർപ്പസിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ടുള്ള ഇന്റലിജൻസ് കൂടി ഒരു ലീഡർക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് മൂന്നാമതൊരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റി ഇതാണ്, പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽ. നാലാമത്തെ പി എന്ന് പറയുന്നത് ഒരു ലീഡറുടെ പെർഫോമൻസ് ആണ്. ഒരു ലീഡർ പറയാണ് ഇന്ന രീതി കാര്യങ്ങൾ നടക്കും, ഇത്ര ദിവസത്തിൽ നടക്കും, ഇന്ന സ്ഥലത്ത് നടക്കും, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റിസൾട്ടിലൊന്നും കണ്ടില്ലെങ്കിൽ കൂടെയുള്ള ആളുകളുടെ ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം താഴേക്ക് പോകും. കൂടെയുള്ള ആളുകളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ലീഡർക്ക് പെർഫോം ചെയ്യാനുള്ള കഴിവ് വേണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഏതൊരു മിടുക്കനായ മഹാനായ നേതാവിനെ എടുത്ത് നോക്കിയാലും ആ വ്യക്തി പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. തൻ്റെ കപ്പാസിറ്റി എന്താണ്, തൻ്റെ കോമ്പീറ്റൻസി എന്താണ്, ഇത് കൃത്യമായി ടീമിലുള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാൻ കഴിവുള്ളവനായിരിക്കും മിടുക്കനായ ഒരു ലീഡർ എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിലും പെർഫോമൻസ് വെച്ചാണ് ആളുകൾ ഒരു വ്യക്തിയെ അളക്കുന്നത്. നമുക്കറിയാമല്ലോ, എത്ര മിടുക്കനാണെങ്കിലും അദ്ദേഹം റിസൾട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട വാല്യൂ ലഭിക്കില്ല. ആശയങ്ങളായി തന്നെ അവിടെ ഇരിക്കും. ആശയങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിൽ വരുത്തുമ്പോഴാണ് അവിടെ പെർഫോമൻസ് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്. കൃത്യമായി എന്താണോ ആളുകൾ കൊടുക്കുന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷ നടപ്പിലാക്കി കാണിക്കുന്നതിനാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പെർഫോമിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പെർഫോമിംഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്, കൃത്യമായി റിസൾട്ട് വരണമെന്നില്ല. കൃത്യമായി റിസൾട്ട് വരുത്തുന്ന രീതിയിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നതിനെ പെർഫോമൻസ് എന്ന് വിളിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ലക്ഷ്യത്തിനാണോ ഇറങ്ങിത്തിരിക്കുന്നത് ആ ലക്ഷ്യം നിങ്ങൾ ആഹ്വാനം ചെയ്യുകയും അത് നടപ്പിലാക്കി കാണിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളൊരു മിടുക്കനായ, വിശ്വസിക്കാൻ സാധിക്കുന്ന, പറഞ്ഞ വാക്കുകൾ പാലിക്കുന്ന നേതാവാണ്. ആൻഡ് ഫൈനലി ദ ഫിഫ്ത്ത് പി, പെർസിസ്റ്റൻസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി ചെയ്യാൻ തയ്യാറാവുക. പെർസിസ്റ്റന്റ് ആയി, കൺസിസ്റ്റന്റ് ആയി കാര്യങ്ങൾ നൈരന്തര്യ ബുദ്ധിയോടുകൂടി ചെയ്യുന്നതിനെയാണ് പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ക്വിറ്റേഴ്സ് നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്. വിജയിക്കുന്ന ആളുകൾ ആരും ഇടവിട്ട് ചെയ്തവരല്ല. ഇടവിട്ട് ചെയ്തവരാരും വിജയിച്ചിട്ടുമില്ല. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള നീക്കമായിരിക്കും ആദ്യമുള്ളത്. ചിലപ്പോൾ നോൺ വയലൻസിലൂടെ ആയിരിക്കും മുൻപോട്ട് പോകുന്നത്. അതിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ ഉടനെ അടുത്ത ഒരു മെക്കാനിസം ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. അങ്ങനെ നൂറുകണക്കിന് സ്ട്രാറ്റജികളിലൂടെയാണ് സ്വാതന്ത്ര്യം എന്ന ആ ഒരു പർപ്പസിൽ എത്തിച്ചേർന്നത്. ഇതേപോലെ ഒരു മിടുക്കനായ നേതാവ് 1, 2, 3, 4 ശ്രമങ്ങൾക്ക് ശേഷം എല്ലാം അവസാനിപ്പിച്ച് അവിടെ ഇരിക്കുന്ന വ്യക്തിയല്ല, മറിച്ച് പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെയാണോ പർപ്പസ് നേടിയെടുക്കേണ്ടത്, എന്തൊക്കെ വാക്കുകളാണോ കൂടെയുള്ളവർക്ക് കൊടുത്തത്, അതൊക്കെ നടപ്പിലാക്കി കാണിക്കണവനാണ് ലീഡർ എന്ന് പറയുന്നത്. അപ്പൊ ലീഡറുടെ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് പെർസിസ്റ്റൻസ്. ഈ 5 ക്വാളിറ്റീസ്: നമ്പർ 1, പർപ്പസ് വേണം, കൃത്യമായൊരു പർപ്പസ് വേണം. നമ്പർ 2, പാഷനേറ്റ് ആയിരിക്കണം, ചെയ്യണ കാര്യം അഭിനിവേശത്തോടെ ചെയ്യണം. 3, പീപ്പിൾ മാനേജ്മെന്റ് സ്കിൽ, കൂടെയുള്ള ആളുകളെ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല്, കോമ്പീറ്റൻസി, കപ്പാസിറ്റി, ഇതൊക്കെ ലീഡർക്ക് അനിവാര്യമാണ്. 4, പെർഫോമൻസ്, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ പ്രകടനമായി റിസൾട്ടായി കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന വ്യക്തിയായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. ഫൈനൽ 5, പെർസിസ്റ്റൻസ്, ചെയ്യുന്ന കാര്യം നൈരന്തര്യ ബുദ്ധിയോടുകൂടി ചെയ്യുകയും വേണം. ഇതൊക്കെ ഒരു ലീഡർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലീഡർ ഒരു മഹാനായ ലീഡറായി മാറും. നിങ്ങൾക്കും നിങ്ങളുടെ മേഖലയിൽ ഒരു ലീഡറായി മാറാൻ ഈ 5 കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ വാല്യൂ സിസ്റ്റം ആക്കി മാറ്റി നിങ്ങൾ ഓരോ ദിവസവും ജീവിക്കാൻ തയ്യാറായാൽ ഉറപ്പാണ് നിങ്ങളൊരു മഹത്തായ കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഒക്കെ നൽകാൻ പോകുന്നത്. ഇതിനോടൊപ്പം ഒരു പി കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് പ്രൊയാക്റ്റീവ്നെസ്. പ്രൊയാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ് ലീഡേഴ്സ് ഉള്ളത്. അതിൽ റിയാക്റ്റീവ് ലീഡേഴ്സും ഉണ്ട്, പ്രൊയാക്റ്റീവ് ലീഡേഴ്സും ഉണ്ട്. റിയാക്റ്റീവ് ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യം തന്റെ ജീവിതത്തിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് പ്രതികരിക്കുന്നതിനാണ് റിയാക്റ്റീവ് ലീഡർ എന്ന് പറയുന്നത്. പക്ഷേ പ്രൊയാക്റ്റീവ് ലീഡർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മഹൽക്കരമാണ്. ആ വ്യക്തി എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് ഒരു മുന്നൊരുക്കം നടത്തും. അതായത് ഓടുന്ന പട്ടിക്കൊരു മുഴം മുന്നെയാണ് പ്രൊയാക്റ്റീവ് ലീഡർ. സോ പ്രൊയാക്റ്റീവ്നെസ് എന്ന ക്വാളിറ്റി കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ കുറച്ചുകൂടി മികച്ച ഒരു ലീഡറായി മാറാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ ഈ 6 പീസിൽ നിങ്ങൾക്ക് ഉള്ള ക്വാളിറ്റി എന്താണ്? ആസ് എ ലീഡർ
ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് ഒന്ന് അറിയിക്കണം. എന്താണ് നേതൃത്വത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തിനാണ് നേതൃത്വം? അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയം അതുകൂടി കമന്റായി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതേപോലുള്ള ഇൻസ്പിറേഷണൽ ആയ ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയ വീഡിയോസ് കാണുന്ന ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഒപ്പം ആ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.